പ്രസവം ലൈവായി കണ്ട ആളായതുകൊണ്ട് അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ചിലരുടെ ചോദ്യങ്ങൾ. ക്യാമറയിൽ ചിത്രീകരിച്ച വിഷ്വലിന്റെ പകർപ്പ് ക്ലിപ്പായി കയ്യിൽ കരുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ച പകൽ മാന്യന്മാർ വരെ ഉണ്ടെന്ന് ജിബു പറയുകയുണ്ടായി. സ്വന്തം പ്രസവം പച്ചയായി ക്യാമറയ്ക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിൽ പ്രതിഫലമായി കോടികൾ കൈപ്പറ്റിയെന്ന് ചിലർ വിമർശിച്ചിരുന്നു. നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ബിഹൈൻഡ് ദി സ്ക്രീൻ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വേഷങ്ങൾ സ്വീകരിക്കുന്നതിലും അത് ഫലിപ്പിക്കുന്നതിലും ശ്വേതാ മേനോൻ കാണിക്കുന്ന തന്റെ ഇടം ഇപ്പോഴത്തെ തലമുറയിലെ ഒരു നടിമാർക്കും ഇല്ല എന്നാണ് മലയാള സിനിമയിലെ മെയിൻ സ്ട്രീം സംവിധായകർ ഒന്നടങ്കം വ്യക്തമാക്കുന്നത്. പൊതുപ്രവർത്തകയായ ശോഭാ സുരേന്ദ്രൻ ശ്വേതാ മേനോനെ ഒരിക്കൽ പൂരപ്പറമ്പ് എന്ന് വിളിച്ച് പരിഹസിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്തെ അറിയപ്പെടുന്ന ഒരു വനിത കൂടിയായ ശോഭാ സുരേന്ദ്രന്റെ ആ പരാമർശത്തെ പല വേദികളിലും ശ്വേതാ മേനോൻ പ്രതികരിച്ചിട്ടുമുണ്ട്. കളിമണ്ണ് എന്ന ചിത്രത്തിൽ ക്യാമറയ്ക്ക് മുമ്പിൽ നാച്ചുറലായി പ്രസവിക്കാൻ കരാർ ഒപ്പിട്ടപ്പോൾ ശ്വേതയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചതിൽ ഭൂരിഭാഗവും സ്ത്രീകൾ തന്നെയായിരുന്നു. ആശയം മനസ്സിൽ മുട്ടിട്ടപ്പോൾ ബ്ലസി എന്ന സംവിധായകൻ ആദ്യം സമീപിച്ചത് ശ്വേതാ മേനോനെ തന്നെയായിരുന്നു. താൻ സിനിമയ്ക്ക് വേണ്ടി ഗർഭിണിയായതല്ല, ക്യാരിയിങ് ആണെന്നറിഞ്ഞപ്പോൾ അങ്ങനെ ഒരു കഥാതന്തുവുമായി സംവിധായകൻ തന്നെ സമീപിക്കുകയായിരുന്നു. കഥയും കഥാസന്ദർഭവും കേട്ടപ്പോൾ അതിൽ നല്ലൊരു മെസ്സേജ് ഉണ്ടെന്ന് തോന്നി. ഭർത്താവുമായി ആലോചിച്ച ശേഷമാണ് അങ്ങനെ ഒരു റിസ്കിന് ശ്വേത തയ്യാറായത്. സ്വന്തം പ്രസവം പച്ചയായി ക്യാമറയ്ക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിൽ പ്രതിഫലമായി കോടികൾ കൈപ്പറ്റിയെന്ന് ചിലർ വിമർശിച്ചിരുന്നു. പ്രസവഘട്ടവും അതിനുശേഷമുള്ള റെസ്റ്റും തുടർ ചിത്രീകരണവുമായി ഏതാണ്ട് 1.5 വർഷമാണ് താൻ അതിനുവേണ്ടി ചിലവിട്ടതെന്ന് ശ്വേത പറയുന്നുണ്ട്. എന്തായാലും ഒരു കലാകാരി എന്ന നിലയിൽ ശ്വേത എടുത്ത തീരുമാനത്തെ വാഴ്ത്തി പറയുന്നവരാണ് ഭൂരിപക്ഷം പേരും. മുംബൈയിലെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന പ്രസവരംഗം ചിത്രീകരിച്ചത് ജിബു ജേക്കബ് എന്ന ക്യാമറമാനായിരുന്നു. ഷെഡ്യൂൾ വർക്ക് ചെയ്യാൻ സംവിധായകൻ വിളിച്ചപ്പോൾ കഥാസന്ദർഭം കേട്ട് ജിബു ജേക്കബും ഒന്ന് ഞെട്ടി. നാച്ചുറലായി അത് ക്യാമറയിൽ ഒപ്പാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നായിരുന്നു ഉൾഭയം. പ്രസവ സമയത്ത് സാധാരണയായി ലേബർ റൂമിൽ ഉണ്ടാകാറുള്ളത് 6 പേരാണ്. അതുപോലെ ഷൂട്ടിംഗ് സമയത്തും പരിമിതമായ ക്രൂ മാത്രമേ ലേബർ റൂമിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്നതായിരുന്നു ശ്വേതയുടെയും ഭർത്താവിന്റെയും ആദ്യത്തെ ഡിമാൻഡ്. അതുപ്രകാരം സംവിധായകൻ, ക്യാമറാമാൻ, അവരുടെ വേണ്ടപ്പെട്ട അസിസ്റ്റന്റുകൾ മാത്രം. സ്റ്റിൽ ഫോട്ടോഗ്രാഫറെ പോലും ലേബർ റൂമിലേക്ക് കയറ്റാൻ ഭർത്താവ് വിസമ്മതിച്ചിരുന്നു. ഗൈനക്കോളജിസ്റ്റിന്റെ കൂടി നിർദ്ദേശത്തിലായിരുന്നു ലേബർ റൂമിലെ ഓരോ നിയന്ത്രണങ്ങളും. പ്രസവ സമയത്ത് ക്യാമറ ഉണ്ടെന്നോ അതിന്റെ കൂടെ ടെക്നീഷ്യൻസ് ഉണ്ടെന്നോ ഒന്നും തന്നെ മനസ്സിലുണ്ടായിരുന്നില്ല. ഏതൊരു ഗർഭിണിയെയും പോലെ പേറ്റുനോവ് അനുഭവിക്കുമ്പോൾ സുഖപ്രസവം അതുമാത്രമായിരുന്നു പ്രാർത്ഥനയെന്ന് ശ്വേത തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനനത്തോടെ മകളും ഒരു ബാലതാരമായി. വളരുമ്പോൾ മകൾക്ക് മുമ്പിൽ അതൊരു ചോദ്യചിഹ്നമാവില്ലേ? അവളുടെ കുഞ്ഞു മനസ്സിനെ അത് അലോസരപ്പെടുത്തില്ലേ എന്ന് ചോദിച്ചവരോട് ശ്വേതയ്ക്ക് ഒരു മറുപടിയെ പറയാനുണ്ടായിരുന്നുള്ളൂ. അത് എൻ്റെ മകളാണ്, വളരുമ്പോൾ തൻ്റെ ഇടം എൻ്റെ മകൾക്കും ഉണ്ടാകും. അതായിരുന്നു ശ്വേതാ മേനോൻ എന്ന വിശാല മനസ്കയുടെ തുറന്ന പ്രതികരണം. മുംബൈയിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നാട്ടിലെത്തിയ ജിബുവിനും ഉണ്ടായിരുന്നു ചില ഞരമ്പ് രോഗികളുടെ ശല്യങ്ങൾ. പ്രസവം ലൈവായി കണ്ട ആളായതുകൊണ്ട് അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ചിലരുടെ ചോദ്യങ്ങൾ. ക്യാമറയിൽ ചിത്രീകരിച്ച വിഷ്വലിന്റെ പകർപ്പ് ക്ലിപ്പായി കയ്യിൽ കരുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ച പകൽ മാന്യന്മാർ വരെ ഉണ്ടെന്ന് ജിബു പറയുകയുണ്ടായി. ഹോളിവുഡ് പോലെ ഒരു സിനിമ തന്നെയായിരുന്നു സംവിധായകന്റെയും മനസ്സിൽ. മലയാളത്തിൽ നാച്ചുറൽ ഡെലിവറി ഒരു മെസ്സേജും പുതുമയും ആകുമായിരുന്നു. പക്ഷെ മനസ്സിൽ പ്ലാൻ ചെയ്തു വെച്ചതുപോലെ സിനിമയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ബ്ലസ്സിക്ക് സാധിച്ചില്ല. വനിതാ കമ്മീഷന്റെ നിലപാടും സമൂഹ മാധ്യമങ്ങളിലെ കമന്റ്സും സെൻസർ ബോർഡിൽ പാരയായി ഭവിച്ചു. കളിമണ്ണ് എന്ന ചിത്രത്തിൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ച രംഗം നീക്കം ചെയ്യപ്പെട്ടതിനാലാകാം ചിത്രം തിയേറ്ററിൽ വേണ്ടത്ര വിജയിച്ചില്ല. നേരത്തെ കച്ചവടം ഉറപ്പിച്ചുവെങ്കിലും ഇതര ഭാഷകളിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ. ശ്വേതയെ കുറ്റപ്പെടുത്താൻ ഒരിക്കലും പറ്റില്ല. മറ്റൊരു നടിയും കാണിക്കാത്ത ചങ്കൂറ്റത്തോടെ കരാറിൽ പറഞ്ഞ പ്രകാരം ശ്വേത സഹകരിച്ചു. പക്ഷേ സംഘാടകർക്ക് അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല. കരിയറിന്റെ തുടക്ക സമയത്താണ് കാമസൂത്ര എന്ന ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഗർഭനിരോധന ഉറയുടെ മോഡലായി ശ്വേതാ മേനോൻ കരാർ ഒപ്പിടുന്നത്. കാമചേഷ്ടകളോടെ അല്പവസ്ത്രധാരിയായി ജോഡിയായി പുരുഷ മോഡലിനൊപ്പം ഇഴുകിച്ചേർന്ന് അഭിനയിച്ച ചൂടൻ രംഗങ്ങൾ അക്കാലത്ത് പെട്ടെന്ന് വൈറലായി. ആ ഇളം പ്രായത്തിലും ഒരുപാട് വിമർശനങ്ങൾ ശ്വേതയ്ക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു. പ്രത്യേകിച്ച് തന്റെ കുടുംബാംഗങ്ങളിൽ നിന്നും തന്നെയായിരുന്നു കൂടുതലും.
ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിടുക, അതായിരുന്നു അന്നും ശ്വേതയുടെ പോളിസി. 2 വർഷത്തെ എഗ്രിമെന്റ് ശ്വേതയുടെ പെർഫോമൻസ് കൊണ്ട് മാത്രം കമ്പനി 4 വർഷത്തേക്കായി മാറ്റി എഴുതിച്ചു. അന്നത്തെ കാലത്ത് തിരക്കുള്ള ഒരു സിനിമ നടിക്ക് പോലും കിട്ടാത്തത്ര പ്രതിഫലമായിരുന്നു കാമസൂത്രയിലൂടെ ശ്വേതയ്ക്ക് കിട്ടിയിരുന്നത്. അന്ന് വിമർശിച്ചവർ തന്നെ പിന്നീട് കാമസൂത്ര പോലുള്ള ഇന്റർനാഷണൽ ബ്രാൻഡിൽ മോഡലാവാൻ പല ശ്രമങ്ങളും നടത്തിയ കാര്യം നടിക്കറിയാം. ശ്വേതയുടെ എല്ലാ തീരുമാനത്തിനും ഒപ്പം ഉണ്ടായിരുന്നത് രക്ഷിതാക്കളായിരുന്നു. അതാണ് തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമെന്ന് ശ്വേത ആണയിട്ട് പറയുന്നുണ്ട്. കോണ്ടം പരസ്യത്തിൽ തുണിയില്ലാതെ അഭിനയിക്കുന്നത് തറവാട്ടിലെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണിയാണോ എന്ന് ചോദിച്ച് കരി തുള്ളിയ ബന്ധുക്കളോട് കോണ്ടം പരസ്യത്തിലൂടെ സേഫായി സെക്സ് ചെയ്യുക എന്ന മഹത്തായ മെസ്സേജല്ലേ എൻ്റെ മോൾ സമൂഹത്തിന് നൽകിയത് എന്ന് അച്ഛൻ തിരിച്ചു ചോദിക്കുകയാണ്. വിശാല മനസ്കനായ ആ അച്ഛന്റെ ഒറ്റ ചോദ്യം മാത്രം മതിയായിരുന്നു ബന്ധുക്കളുടെ വായ അടപ്പിക്കാൻ. 1991 മമ്മൂട്ടിയുടെ നായികയായി അനശ്വരം എന്ന മലയാള ചിത്രം ചെയ്ത ശേഷം നക്ഷത്രക്കൂടാരം പോലുള്ള ചുരുക്കം ചിത്രങ്ങൾ ചെയ്തെങ്കിലും വേണ്ടത്ര ശോഭിക്കാനായില്ല. അങ്ങനെയാണ് മുംബൈയിലേക്കുള്ള കുടിയേറ്റം. സൂപ്പർ ഹിറ്റായ ഇഷ്ക് എന്ന ചിത്രത്തിൽ ഐറ്റം ഡാൻസ് ചെയ്തുകൊണ്ടാണ് ശ്വേത മേനോൻ ബോളിവുഡിൽ എത്തുന്നത്. മാധുരി ദീക്ഷിതിന് വെച്ച വേഷമായിരുന്നു. ഫെമിന മാഗസീനിലെ ഗ്ലാമർ ഫോട്ടോകൾ കണ്ടാണ് മാധുരിക്ക് പകരക്കാരിയായി വിളിക്കുന്നത്. അതിനുശേഷം ബന്ധൻ, അശോക, ഷിക്കാരി, മാർക്കറ്റ് എന്നിങ്ങനെ ഒരു കൂട്ടം ഹിന്ദി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. ഗ്ലാമറിന് പ്രാധാന്യമുള്ള വേഷങ്ങളല്ലാതെ എക്കാലവും മനസ്സിൽ ഓർക്കാൻ പറ്റിയ തരത്തിലുള്ള ക്യാരക്ടർ ഹിന്ദിയിൽ ചെയ്യാൻ പറ്റാത്തതിലുള്ള വിഷമം ഇപ്പോഴും ശ്വേതയ്ക്കുണ്ട്. മുംബൈയിലെ സിനിമ, മോഡൽ മേഖലയിലെ അടിച്ചുപൊളിച്ചുള്ള ജീവിതവും അതേ തുടർന്നുള്ള പ്രണയവും വിവാഹവും ഡിവോഴ്സും എല്ലാം കഴിഞ്ഞാണ് ശ്വേത മേനോൻ എന്ന ആ പഴയ മലയാള നടി വീണ്ടും കേരളത്തിൽ തിരിച്ചെത്തുന്നത്. തന്ത്ര, പരദേശി, സാൾട്ട് ആൻഡ് പെപ്പർ, കീർത്തി ചക്ര, കാക്കക്കുയിൽ, സിറ്റി ഓഫ് ഗോഡ്, കയം എന്നിങ്ങനെ നിരവധി വേഷങ്ങൾ ചെയ്ത ശ്വേത മേനോൻ വീണ്ടും മലയാളത്തിൽ സ്ഥാനമുറപ്പിച്ചു. കന്നഡ, തെലുങ്ക്, തമിഴ് പോലുള്ള ബഹുഭാഷാ ചിത്രങ്ങളിലും ഒരു ഗ്ലാമർ താരം എന്ന നിലയിൽ പേരെടുത്തു. തുണൈ മുതൽവൻ എന്ന തമിഴ് ചിത്രത്തിൽ ഭാഗ്യരാജിനൊപ്പം ചെയ്ത മലയാളി ചേച്ചി എന്ന കഥാപാത്രവും അതിലെ നൃത്തരംഗങ്ങളും തമിഴകത്ത് വൈറലായി മാറി. പത്മരാജന്റെ രചനയിൽ രൂപം കൊണ്ട രതി നിർവേദം എന്ന ചിത്രത്തിൽ സംവിധായകൻ ഭരതൻ കണ്ടെത്തിയ രതി ചേച്ചി അക്കാലത്തെ മാദക മനോഹരിയായ ജയഭാരതി എന്ന നടിയായിരുന്നുവെങ്കിൽ അതിന്റെ റീമേക്കിൽ പകരക്കാരില്ലാതെ കണ്ടെത്തിയ ഒരേ ഒരു നടി ശ്വേത മേനോനായിരുന്നു. ശ്വേത മേനോനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നിർമ്മാതാവ് സുരേഷ് കുമാറും സംവിധായകൻ രാജീവ് കുമാറും രതി നിർവേദം എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗത്തിന്റെ റീമേക്ക് റൈറ്റ്സ് സ്വന്തമാക്കുന്നത്. ജയഭാരതിയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ഇപ്പോഴത്തെ തലമുറയിൽ ശ്വേത മേനോൻ അല്ലാതെ മറ്റൊരു നടിയില്ല എന്നത് ഒരു നഗ്ന സത്യം കൂടിയാണ്. കൃഷ്ണചന്ദ്രന്റെ വേഷം ചെയ്ത പപ്പു എന്ന ടീനേജ് ക്യാരക്ടർ ശ്രീജിത്ത് വിജയ് എന്ന യുവ നടനാണ് ഫലിപ്പിച്ചത്. ചിത്രീകരണ ഘട്ടങ്ങളിൽ അന്ന് ഇഴുകിച്ചേർന്ന് അഭിനയിക്കേണ്ട രംഗങ്ങളിൽ ചമ്മലോടെ കൃഷ്ണചന്ദ്രൻ പതറി പരിങ്ങി നിന്നിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ തലമുറയുടെ പ്രതിനിധിയായ ശ്രീജിത്ത് വിജയ്ക്ക് അതിന്റെ ആവശ്യം വേണ്ടി വന്നിരുന്നില്ല. എല്ലാം അനായാസം ഫലിപ്പിച്ചു. സർപ്പക്കാവിൽ കരിയിലത്തോത്ത് വൃത്തിയാക്കാൻ വന്ന രതി ചേച്ചിയുടെ നിതംബത്തിൽ കൈകൊണ്ടടിക്കുന്ന രംഗം റിഹേഴ്സലിന്റെ പേരിൽ ഏതാണ്ട് 10-25 പ്രാവശ്യമെങ്കിലും ശ്രീജിത്ത് രവി കൈകൊണ്ട് നിതംബത്തിൽ അടിച്ചിട്ടുണ്ടെന്ന് ഒരു അഭിമുഖത്തിൽ ശ്വേത തന്നെ തമാശയായി പറഞ്ഞിട്ടുണ്ട്. ക്ലൈമാക്സ് സീനിൽ പപ്പുവും രതി ചേച്ചിയുമായുള്ള ഇണചേരുന്ന രംഗം ജയഭാരതിയോട് കിടപിടിക്കുന്ന രതിഭാവത്തോടെ തന്നെയാണ് ശ്വേത ഫലിപ്പിച്ചതെന്ന് സംവിധായകൻ രാജീവ് കുമാർ തന്നെ തുറന്ന് സമ്മതിക്കുന്നു. യൂണിറ്റ് അംഗങ്ങളുടെ മുന്നിൽ വെച്ച് സർപ്പക്കാവിന്റെ പശ്ചാത്തലത്തിൽ കൃത്രിമമായി പെയ്ച്ച മഴയിൽ പപ്പുവുമായുള്ള രതിക്രീഡാ രംഗങ്ങൾ ഒട്ടും പതറാതെ ശ്വേത തന്നെ മുൻകൈയെടുത്ത് വളരെ തന്മയത്വത്തോടെ ചെയ്തു തീർത്തു. ആ കഥാമുഹൂർത്തമായിരുന്നു പ്രശസ്ത ചിത്രത്തിന്റെ നട്ടെല്ല്. രഞ്ജിത്ത് വിവിധ കഥാപാത്രങ്ങളിലൂടെ മമ്മൂട്ടിയെ അവതരിപ്പിച്ച പാലേരി മാണിക്യം എന്ന ചിത്രത്തിലെ ചീരു എന്ന കഥാപാത്രം തന്റെ ശാരീരിക സൗന്ദര്യത്തിലൂടെയാണ് ശ്വേത അനശ്വരമാക്കിയത്. അതിൽ മമ്മൂട്ടിയെ പോലും വെല്ലുവിളിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു ശ്വേതയുടെ ചീരു എന്ന കഥാപാത്രം കാഴ്ചവെച്ചത്. ആവശ്യമെങ്കിൽ പ്രതികരിക്കാൻ ഒട്ടും മടിയില്ലാത്ത ഒരു ക്യാരക്ടർ കൂടിയാണ് ശ്വേത. കൊല്ലത്ത് ക്ഷണിച്ചു വരുത്തിയ ഫംഗ്ഷനിൽ വെച്ച് പീതാംബരക്കുറുപ്പ് എന്ന പൊതുപ്രവർത്തകൻ അപമര്യാദയായി പെരുമാറിയപ്പോൾ ആ സ്പോട്ടിൽ തന്നെ റിയാക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒടുവിൽ പീതാംബരക്കുറുപ്പിനെ കൊണ്ട് തന്നെ മാപ്പ് പറയിപ്പിച്ചിട്ടാണ് പ്രശ്നം പരിഹരിച്ചത്.
ഏത് വേദികളിലും പോസിറ്റീവ് എനർജിയോടെ വളരെ പ്ലസന്റായി സംസാരിക്കാറുള്ള ശ്വേത ഭാഷ കൊണ്ടും ഭാവം കൊണ്ടും പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നതിൽ മിടുക്കിയാണ്. സദാചാരം അലങ്കാരമായി പറഞ്ഞു നടക്കുന്ന ചില നടികൾ കണ്ടു പഠിക്കേണ്ട ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്വേത മേനോൻ. ഏറെക്കാലം താൻ ഡിപ്രഷനിലാണെന്നും രക്ഷിതാക്കളെ പോലും അറിയിക്കാതെയാണ് താൻ അതിനോട് പൊരുതി ജീവിച്ചത് എന്നുമാണ് സനുഷ തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞത്. ഇളം പ്രായത്തിൽ തന്നെ എന്തുകൊണ്ട് ഡിപ്രഷനിലായി എന്ന കാര്യം നടി വ്യക്തമാക്കിയിരുന്നില്ല. കലാപരമായ നിങ്ങളുടെ ഏത് കഴിവുകളും ഇപ്പോൾ സൗജന്യമായി ആർ സ്റ്റുഡിയോയുടെ വെബ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.rstudio.nexus.com സന്ദർശിക്കുക.